എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ജി കെ തുമ്പക്കാരൻ. പണ്ട് ഒരു പരമയോഗ്യൻ പറഞ്ഞ വാക്കുകളാണ് KPN. അതായത് KPN എന്ന് പറഞ്ഞ ഒരു ബസ് സർവീസാണ് തമിഴ്നാട്ടിലല്ല. ഇത് KPN എന്ന് വെച്ചാൽ K ഫോർ കുലംകുത്തി, P ഫോർ പരനാറി, N ഫോർ നികൃഷ്ടജീവി. അറിയുമല്ലോ ഇത് ഏത് പ്രഗത്ഭനാണ് ഈ വാക്ക് ഉച്ചരിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. അതായത് കുലംകുത്തി, പരനാറി, നികൃഷ്ടജീവി. യഥാർത്ഥത്തിൽ ഇത് ഈ ദിവ്യൻ പറഞ്ഞപ്പോൾ നാളുകൾ കുറേ അധികമായെങ്കിലും യഥാർത്ഥത്തിൽ ഈ വാക്കുകൾ യോജിച്ചത് ഇത് ഏറ്റുവാങ്ങാൻ പരമയോഗ്യനായിട്ടുള്ള ഒരാൾ ഇപ്പോഴാണ് ഉണ്ടായത്. അത് മറ്റാരുമല്ല, ചാണ്ടി ഉമ്മൻ ഏറ്റതാണ്. ചാണ്ടി ഉമ്മന് വേണ്ടി ഏറ്റവും ശോഭിക്കുന്ന ഒരു വാക്കാണ്. കാരണം അത് പ്രേമചന്ദ്രനെയും TP ചന്ദ്രശേഖരനെയും ഒരു തിരുമേനിയും കുറിച്ചാണ് പറഞ്ഞെങ്കിൽ ഇപ്പോൾ ചെന്ന് തറയ്ക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ചാണ്ടി എന്ന് പറഞ്ഞ ഒരു പുതിയ MLA. എനിക്ക് ചാണ്ടി ഉമ്മനെന്ന് ഞാൻ ആ പേര് ഇനി ഞാൻ ചേർക്കില്ല. കാരണം അതിന് യോഗ്യനല്ല. ചാണ്ടി എന്ന് മാത്രമേ ഇനി ജനങ്ങൾ അറിഞ്ഞാൽ മതി. എത്ര അനായാസമാണ് അയാൾ പറഞ്ഞത്. ഇപ്പോഴത്തെ പരമയോഗ്യൻ ഇപ്പോഴിരിക്കുന്ന മുഖ്യനാണ്. നാണമുണ്ടോ? ചാണ്ടി, തനിക്ക് നാണമുണ്ടോ? താനൊക്കെ കാണിച്ചിടോ, തനിക്കൊരു തള്ളയുണ്ട്, 2 സഹോദരിമാരുണ്ട്, അവരെപ്പോലും നാണം കെടുത്തി കളഞ്ഞില്ലേ? ഈ സമൂഹത്തെ നാണം കെടുത്തില്ലേ? തൻ്റെ തന്ത ഏറ്റവും മനസ്സിൽ കൊണ്ട് ധ്യാനിച്ച് ജീവിച്ച് ഇതിൽ മരിച്ച ആ മഹാപുരുഷനെയാണ് താൻ തകർത്ത് കളഞ്ഞത്. താനെ ആ ശവക്കല്ലറയിൽ അടുക്കരുത്. ഇനി അങ്ങോട്ട് അടുക്കണമെങ്കിൽ അവിടെ പോയി തൻ്റെ പാദസ്പർശനം ആ മനുഷ്യനെ അടക്കിയിരിക്കുന്ന ആ കല്ലറ അരികിൽ പെടരുത്. കാരണം അത്ര നികൃഷ്ട ജീവിയാണ്. താൻ എന്ത് അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? താൻ യവൻ നല്ലവൻ, അവനാണല്ലോ ഒരു വേശ്യയെ കൊണ്ട് തൻ്റെ തന്തയെ വേശ്യാവൃത്തി നടത്തിയെന്നും പറഞ്ഞ് അവൻ ഭരണം അടിച്ച് മാറ്റാൻ വേണ്ടി കാട്ടിക്കൂട്ടിയ വികൃതകൾ തനിക്ക് അറിയത്തില്ലേ ചാണ്ടി? എന്നിട്ട് ഉളുപ്പും മാനവും നാണവും ഇല്ലാതെ ഒരുത്തൻ്റെ വന്ന് പ്രസംഗിക്കാൻ ഇപ്പം കണ്ട ഏറ്റവും കഴിവുള്ള ഒരു മുഖ്യമന്ത്രി ഇപ്പോൾ ഉള്ളവനാണ്. നാണം കെട്ടത്. കോൺഗ്രസ്സിന് തൻ്റെ ഉള്ള കോൺഗ്രസ്സിന് ഇയാൾ ഇപ്പം തന്നെ എടുത്താൽ കളയുക. തന്നിട്ട് 2 സഹോദരിമാർ ഏതെങ്കിലും ഒരു സഹോദരി പിടിച്ച് അത് MLA ആക്കുക. അവർ ജയിക്കും, ഒരു കുഴപ്പമില്ല. കാരണം ഈ ജീവിയെ ഇനി ഇതിൽ കോൺഗ്രസ്സിൽ നിർത്താതിരിക്കുക, നേരെ പോയിക്കോട്ടെ, എവിടെയെങ്കിലും CPMൻ്റെ അവിടെ പോയി ജീവിച്ചോട്ടെ. ഇങ്ങനെ കുറേതൊക്കെ പോയതിപ്പോൾ അനുഭവിക്കില്ല, നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഈ ജാതി ആൾക്കാരെ ഇനിയെങ്കിലും ഈ പാർട്ടിയിൽ വച്ച് സൂക്ഷിക്കരുത്. ഇത് പാർട്ടിക്ക് അപമാനമാണ്. എത്രയോ ജനലക്ഷങ്ങൾ എത്ര മാന്യമായിട്ട് സ്മരിക്കുന്ന ഒരു പേരാണ് ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു മോനുണ്ടെന്ന് നമുക്ക് കഷ്ടമായി. എനിക്ക് തോന്നുന്നു ഈ ജാതകം കുറിച്ചിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്, സമയദോഷമാണ്. വെരി ബാഡ്. സ്വന്തം പിതാവിനെ മനുഷ്യൻ്റെ ഫ്രണ്ടിൽ വെറും മോശമായി ചിത്രീകരിച്ച് അയാളെ തേജോവജം ചെയ്ത് അങ്ങനെ രോഗിയാക്കി ആ മനുഷ്യനെ ഇല്ലാതാക്കി കഴിഞ്ഞ ആ തന്തയുടെ മകൻ, ആ പിശാചാണ് ഈ ലോകത്തിൽ ഏറ്റവും വലിയവനെന്ന് പറഞ്ഞാൽ ഇവനൊക്കെ ശരിക്കും ചാട്ടവാറിനടിക്കണ്ടേ? താനില്ലെങ്കിൽ അങ്ങേര് ജന്മം കൊടുത്തില്ല. അങ്ങേരെ തന്തയെപ്പോലെ എനിക്കിന്ന് ഒരുപാട് നല്ല ചുറുറുപ്പുള്ള ചെറുപ്പക്കാരന്മാർ ഇന്ന് കോൺഗ്രസ്സിലുണ്ട്. തൻ്റെ മൂന്നാസൊന്നും വേണ്ട. ഉമ്മൻചാണ്ടി തന്നെ കൊണ്ട് പൊറുതി മുട്ടിയിട്ടേ ഉള്ളൂ.
ഇതിലൊക്കെ പല സംശയങ്ങളുണ്ട്. അദ്ദേഹത്തിന് ശരിയായ ചികിത്സ കൊടുക്കുന്നില്ല എന്ന് ആരൊക്കെ അന്നൊരു ഒരു 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 ന്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളത്ര ശ്രദ്ധിച്ചില്ല. പക്ഷേ ഇപ്പോഴും സംശയിക്കേണ്ടിരിക്കുന്നത് സ്വന്തം തന്തയ്ക്ക് അർഹിക്കുന്ന ചികിത്സ കൊടുക്കാൻ താനൊന്നും ശ്രമിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മുമ്പേ ഈ ലോകത്തു നിന്ന് യാത്രയായത്. ഒന്ന് മനസ്സിലാക്കുക, അദ്ദേഹത്തിൻ്റെ പേരിൽ ചാർത്തിയ എല്ലാം ഒരു വ്യഭിചാരി, ഒരു കാൾ ലേഡിയെ വെച്ചിട്ട് ഇത്രയും വൃത്തികേടെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അവന് മുഖ്യമന്ത്രി പദത്തിരിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടി എല്ലാ കോലാഹലം അവൻ്റെ കൂടെ താൻ സപ്പോർട്ട് ചെയ്ത്. നീ ശരിക്ക് ഉമ്മൻചാണ്ടിയുടെ മോനാണോ? എനിക്ക് സംശയം തോന്നുന്നു. വളരെ ശരിക്കും താൻ കാണിക്കുന്ന ഒന്നിലും അതിൽ യാതൊരു ഉമ്മൻചാണ്ടി ഒരു ക്വാളിറ്റിയും തന്നിലില്ല, യാതൊന്നുമില്ല. അതുകൊണ്ട് വീണ്ടും മറന്ന് ആ കല്ലറയുടെ അടുക്കൽ വരെ തൻ്റെ പാദസ്പർശനം സംഭവിക്കുക. അല്ലെങ്കിലും മൊത്തം ഈ സമൂഹത്തോട് മാപ്പ് പറയണം, എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമെന്ന് പറ. താനൊക്കെ പോയെന്ന് ഇവരുടെ കോൺഗ്രസ് ഒന്ന് തകർന്ന് തരിപ്പണാകാൻ പോണില്ല. നിന്നെപ്പോലുള്ള പുഴിക്കുത്തുകൾ ഇരിക്കുന്നതാണ് ഈ കോൺഗ്രസ്സിന് ഏറ്റവും വലിയ ദോഷം ചെയ്യുന്നത്. എന്നിട്ട് കുറേ പത്രാസും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ്. എന്തിനാണ് ചാണ്ടി ഇങ്ങനെയൊക്കെ നടക്കുന്നത്? അന്തസ്സ് വേണം മനുഷ്യനാകുമ്പോൾ, കുറച്ചെങ്കിലും അന്തസ്സ് വേണം. ആ മനുഷ്യൻ തൻ്റെ തന്ത ജീവിച്ചപ്പോൾ അങ്ങനെ തെറ്റുകാരനല്ല എന്ന് ആ വിധിയും വാങ്ങിയിട്ട് ആ മനുഷ്യൻ ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞതെന്ന് ഓർക്കുക. മനസ്സിലായോ? തൻ്റെ തന്തയെ ചതിച്ചവന്മാരോട്, തൻ്റെ തന്ത വിശ്വസിച്ച പാർട്ടിയെ തകർക്കാൻ ശ്രമിച്ചവന്മാരോട്, ആ സമൂഹത്തെ തന്നെ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞ, ഭസ്മമാക്കി കളഞ്ഞ, ആ റോളെടുത്ത അതിനെ എനിക്ക് വിളിക്കാൻ ബാക്കില്ല. അതിന് ഏത് കുലത്തിൽ കൊള്ളിപ്പിക്കണമെന്നറിയില്ല. അങ്ങനെയുള്ളൊരു സ്വഭാവത്തിൻ്റെ ഉടമയാണ് കേരളത്തിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ ഒരു പ്രഗത്ഭൻ. നാണമുണ്ടോ? തന്നെയൊക്കെ ദയവ് ചെയ്ത് ഒരു കോൺഗ്രസ്സുകാരനെ ഈ സാധനത്തിന് അങ്ങോട്ട് അടുപ്പിക്കരുത്, എന്നെ വിട്ടേക്കുക, പോട്ടെ. ഇവിടെ ഒരുപാടും കുലംകുത്തികളൊക്കെ ഉണ്ട്, ഒത്തിരി പേര് പോയിട്ടുണ്ട്. ഇവിടെ ഒന്നും കോൺഗ്രസ്സിനൊന്നും സംഭവിച്ചില്ല. അതുകൊണ്ട് ഇവൻ എപ്പോഴും ഈ കഥാപാത്രത്തെ ഇതിൽ നിന്ന് മാറ്റി നിർത്തുക, പറഞ്ഞു വിട്ടേക്കുക. ഗെറ്റ് ഔട്ട് തന്നെ പറഞ്ഞു വിടുക. വേണ്ട, കോൺഗ്രസ് ഇങ്ങനെയുള്ള അവതാരങ്ങളെ നമുക്ക് ചുമക്കേണ്ട കാര്യമില്ല, പോട്ടെ. കാര്യം ഇതൊക്കെ നാടിന്, പാർട്ടിക്കും സമൂഹത്തിനും ഒരു 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 നാശം വിതയ്ക്കുന്ന അസുരവിത്വമാണ്. ഇവനൊന്നും വേണ്ട. ഒരു ഇന്നാക്റ്റീവ് ഫെലോ, ഒരു കഴിവില്ലാത്തൊരു സാധനം. തന്തയുടെ പേര് പറയാൻ ഇവന് യോഗ്യനില്ല. നോ, ഇറ്റ്സ് എ യൂസ്ലെസ്, ഒരു വേസ്റ്റ് ക്യാരക്ടറാണ്. ഇവർക്ക് ഈ വേസ്റ്റുകൾ അടിയുന്ന ഒരു രസമുണ്ട്. ആ പാർട്ടി കൊണ്ട് ഇവൻ ഏത് നേതാവിന് വലിയ ടോപ്പെന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് പോയി ചേർന്നോട്ടെ. ഏറ്റവും പറ്റിയത് അതാണ്. ഇനിയെങ്കിലും ജീവിച്ചിരിക്കുന്ന ആ തള്ളയെയും ആ രണ്ട് സഹോദരങ്ങളെയും നാണം കെടുത്താതിരിക്കുക, നശിപ്പിക്കാതിരിക്കുക. മേലാൽ എവിടെ പഠിച്ച് എന്ത് പഠിച്ചെന്നൊരു ഒരു ഗുണമില്ലാത്ത ഒരു വേസ്റ്റ് ക്യാരക്ടറായിപ്പോയല്ലോ. തന്നെ MLA ആക്കിയത് കോൺഗ്രസ്സിന് മൊത്തം കൊണ്ടങ്ങനെ തന്നെ MLA ആക്കി. അതൊരു ധാർമ്മികത, ആ തന്തയുടെ പേര് നിലനിർത്താൻ വേണ്ടി കാണിച്ചൊരു ധാർമ്മികത. ഇവിടെ തൻ്റെ തന്തയെ യഥാർത്ഥത്തിൽ ജന്മം കൊടുത്തില്ലെങ്കിൽ തന്തയിൽ നിന്ന് ഏറ്റിക്കൊണ്ട് നടക്കുന്ന ഒരുപാട് നല്ല ചുറുചുറുപ്പുള്ള ചെറുപ്പക്കാരെന്ന് കോൺഗ്രസ്സിലുണ്ട്. ഞാൻ പേരൊന്നും കൊടുത്ത് പറയുന്നില്ല. അവരൊക്കെ ഉള്ളപ്പോൾ ഈ ചാണ്ടി എന്തിനാണ് ഇതൊക്കെ ഈ പ്രശ്നം കാണിക്കുന്നത്? പറ്റിയാൽ കുറച്ചെങ്കിലും ആർജവം ഉണ്ടെങ്കിൽ ഇന്ന് റെസിഗ്നേഷൻ എഴുതി അങ്ങ് കൊടുക്കുക. ഓരോ പ്രസ്ഥാനത്തിലും കോൺഗ്രസിൻ്റെ പേരും പറഞ്ഞ് ഇവിടുത്തെ നടക്കാൻ പാടില്ല, നിർത്തിയേക്കുക. അതല്ലെങ്കിൽ പരസ്യമായിട്ടൊന്ന് മാപ്പ് ചോദിക്കുക. ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി, ഞാൻ പറഞ്ഞ വാക്ക് ഇതായിപ്പോയി, ഇനി എന്നിൽ നിന്നും ഉണ്ടാവില്ല എന്ന് താൻ പരസ്യ പ്രസ്ഥാനം നടന്നിട്ട് ഈ പ്രസ്ഥാനത്തിൽ വരിക. അതുകൊണ്ട് ഈ നേതാക്കന്മാരോട് ഒന്ന് പറയാനുള്ള, ഇങ്ങനെയുള്ള അടുത്തുപുറത്ത് സാധനങ്ങളെ പാർട്ടിയിൽ വയ്ക്കാതിരിക്കുക, അകറ്റി നിർത്തുക. ഇതൊക്കെ വേണ്ട, ഇതൊക്കെ വേസ്റ്റ് ക്യാരക്ടറാണ്.
ഒരുപാട് വർഷം കിടന്ന് കഷ്ടപ്പെട്ട് പാർട്ടിയായിട്ട് കൊണ്ടു നടന്ന ഒരു പിതാവിൻ്റെ മകനാണ് ആ പിതാവിനെ തള്ളിക്കളഞ്ഞെന്ന് പറഞ്ഞാൽ ഇവനൊക്കെ മനുഷ്യനാണോ? ഇവനൊക്കെ ആര് എക്സസ് കൊടുക്കാൻ പറ്റും? ഒരു എക്സസും ഇല്ല. സോ കോൺഗ്രസ്സിനെ ഒന്ന് ശുദ്ധീകരണം ചെയ്യാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ ആദ്യം ഈ പേരിനെ കട്ട് ചെയ്തുകളെ എടുത്തങ്ങ് മാറ്റിയേക്കുക. ഏതെങ്കിലും പാർട്ടി പോയി ചേക്കറിക്കട്ടെ. അവനക്ക് അതൊക്കെ പറ്റത്തുള്ളൂ. ഈ ഇന്നാക്റ്റീവ് ഫെലോസിന് ഇനി കോൺഗ്രസ്സിന് വേണ്ടി ഇങ്ങനെയൊക്കെയുള്ള കുറേ എന്താ പറയുക സാധനങ്ങൾ ഇരിക്കുന്നതാണ് കോൺഗ്രസ്സിന് അപമതിപ്പുണ്ടാക്കുന്നത്. ഓക്കെ, സോ എല്ലാവരും ഇതിനു വേണ്ടി ക്വിക്ക് ആക്ഷൻ എടുക്കുക. ഈ സാധനത്തെ ഇവിടെ നിന്ന് മാറ്റി ഒരു ശുദ്ധീകരണം ചെയ്ത് ചാണകം തളിച്ച് എല്ലാം ചെയ്തിട്ടൊക്കെ ഒന്ന് ശുദ്ധീകരണം ചെയ്യാം. എവരിത്തിങ് ഓക്കെ. ഐ എം സോറി. ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ വൈഫിനോടോ കുട്ടികളോടും ഐ എം സോറി. എനിക്ക് ഇത്ര നിശ്ചിതമായി നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, കാര്യം നിങ്ങളുടെ മോനാണ്, പറ്റില്ല. ആ സഹോദരിമാർക്കും പറ്റിയില്ല, അത് സഹോദരനാണ്. പക്ഷേ പുറത്തു നിന്ന് ഞങ്ങൾക്ക് അറിയാം, സ്വന്തം തന്തയല്ലെന്ന് പ്രൂവ് ചെയ്ത് കൊടുത്തതാണ്. ആ തന്തയെ വ്യഭിചാരികളെ കൊണ്ട് തകർത്ത് തരിപ്പണമാക്കി ചെയ്യാത്ത കുറ്റത്തിന് അദ്ദേഹത്തെ രോഗിയാക്കി മാറ്റിയ ആ തന്തയെ തകർത്ത ഒരുത്തനാണ് ഇവിടുത്തെ നേതാവെന്ന് പറഞ്ഞാൽ ഇവനെ നമുക്ക് വച്ചു പൊറിപ്പിക്കാൻ പറ്റുമോ? ഗെറ്റ് ഔട്ട് ചെയ്യും. എനിക്കിതേ പറയാനുള്ളൂ. എല്ലാ കോൺഗ്രസ്സുകാരും ഇത് ശരിക്കെന്ന് പറഞ്ഞിട്ട് ഈ കഥാപാത്രത്തെ നമ്മളിൽ നിന്ന് അകറ്റിക്കളയുക വേണ്ട. ഇറ്റ്സ് എ വേസ്റ്റ്. താങ്ക് യു. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിൽ.